ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കറാച്ചി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനെ ട്യൂട്ടി ഫ്രൂട്ടി ബിസ്ക്കറ്റ് എന്നും പറയാറുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ബേക്കറി സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ വീഡിയോയിൽ ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യണ മെത്തേഡും അതോടൊപ്പം അവനിൽ ബേക്ക് ചെയ്യണ മെത്തേഡും കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആവശ്യം ബട്ടറാണ്. ഇവിടെ ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമുക്ക് ആവശ്യം. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് ഇത് ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്ററാണ്. നിങ്ങൾക്കിതിന് പകരം ഒരു ഹാൻഡ് വിസ്കോ അതല്ലെങ്കിൽ ഒരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താലും മതിയാവും. ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും നല്ലതുപോലെ യോജിച്ച് വരുമ്പോൾ നമുക്കിത് നിർത്താം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എസൻസ് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വാനില എസൻസും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ എസൻസ് ആണ്. അതാവുമ്പോൾ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് എസൻസ് ആയാലും ചേർത്ത് ഇതുപോലെ സ്പാച്ചുല വെച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യം മൈദയാണ്. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ബാക്കിയുള്ള മൈദയിൽ നിന്ന് പകുതി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഈ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പകരം വെറും മൈദ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 കപ്പ് തന്നെ കറക്റ്റായിട്ട് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് 1 കപ്പ് മൈദ എടുക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ അളവിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ആക്കി കൊടുത്തിട്ട് അതിങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൈദയും കസ്റ്റാർഡും ഇടവിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വരുമ്പോൾ ഏകദേശം ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് വരും. അത്ര മതിയാവും. ഒരുപാട് നേരമായിട്ടൊന്നും ഇങ്ങനെ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബ്രെഡ് ക്രംസ് ടെക്സ്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മിക്സഡ് കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളറായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് എല്ലാ ബേക്കറി ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ട്യൂട്ടി ഫ്രൂട്ടി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി ഒന്നൊരു ബോൾ ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ തന്നെ ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ യോജിപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ബോളാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം പാൽ ആഡ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഇതൊന്ന് ബോളാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യം വന്നത്. ലൈറ്റായിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ശക്തി കൊടുത്തിട്ടൊന്നും കുഴച്ചെടുക്കരുത്. ഇത് ജസ്റ്റ് മിക്സായി വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് നേരം കെട്ടി നല്ല ശക്തിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറക്റ്റ് ടെക്സ്ചർ ബിസ്ക്കറ്റിന് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടുമ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു ലോഗ് ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് ക്ലിംഗ് റാപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആദ്യം തന്നെ തയ്യാറാക്കിയ ഡോ ക്ലിംഗ് റാപ്പിലോട്ട് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിക്നെസ് മനസ്സിലാവാനാണ് ഫസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കാണിച്ചു തന്നത്. ഇനി ക്ലിംഗ് റാപ്പ് ചെയ്ത് ഈ ഒരു ഡോ 2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം. എല്ലാ സൈഡും നല്ലതുപോലെ റാപ്പ് ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കാം. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഡോ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനൊരു ദിവസം കംപ്ലീറ്റ് തണുക്കാനായിട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ടൈമിനനുസരിച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. മിനിമം 2 hours എങ്കിലും തണുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ക്ലിംഗ് റാപ്പ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം.
അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഡോ നല്ലതുപോലെ തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഞാനൊരു 1/4 ഇഞ്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് തിക്നെസ്സിലും ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യരുത്. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സൊക്കെ കറക്റ്റായിരിക്കും. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണ കാരണം തന്നെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പൊടിഞ്ഞു പോണ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു തിക്നെസ്സിലാണ് ബിസ്ക്കറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഡോ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പുറത്ത് വെക്കരുത്, പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഇവിടെ അവനിൽ ബേക്ക് ചെയ്യണ മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിലൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഓരോ ബിസ്ക്കറ്റ് സ്ലൈസസും വെച്ച് കൊടുക്കാം. ഓരോ സ്ലൈസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ഡോ പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവൻ ഒരു 10 മിനിറ്റ്സ് 165 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കണം. ഇനി പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഈ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 10 to 15 മിനിറ്റ്സ് 165 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ലോവർ റോഡ് സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ഈ ഒരു ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഫസ്റ്റ് ഒരു കടായി എടുത്ത് 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ടൈറ്റായിട്ട് മൂടി വെക്കാൻ പറ്റിയ കടായി ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ബിസ്ക്കറ്റ് മാത്രമാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിന് മുകളിലായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ ബിസ്ക്കറ്റ് തമ്മിലും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ അതൊന്ന് ഫ്ലാറ്റിനാവുമ്പോൾ പരസ്പരം ഒന്ന് ഒട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി 10 മിനിറ്റ്സിന് ശേഷം ഈ ഒരു കടായി തുറന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഒരു ഹീറ്റ് ഡിഫ്യൂസർ എന്തെങ്കിലും ഒരു തട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതില്ലെങ്കിൽ ഒരു പാത്രം വെച്ച് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ടാണ് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം ഇറക്കി വെക്കേണ്ടത്. ഇനി ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം. ഒട്ടും ചൂട് പുറത്ത് പോകാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ലിഡിന് ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മൂടി വെക്കുക. ഇപ്പോൾ അവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓരോ അവൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിനും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസ്ക്കറ്റ് റെഡി ആയെന്ന് മനസ്സിലാക്കാനായിട്ട് ഓരോ ബിസ്ക്കറ്റ് സ്ലൈസിൻ്റെയും താഴത്തായിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ അവനിൽ നിന്നും പുറത്തെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ എൻ്റെ അവനിൽ ബിസ്ക്കറ്റ് റെഡി ആവാനായിട്ട് കറക്റ്റ് 50 മിനിറ്റ്സാണ് എടുത്തത്. ബിസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമുക്ക് ഒരു യെല്ലോവിഷ് കളർ തന്നെയാണ് ബിസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗം വേണ്ടത്. താഴ്ഭാഗത്ത് ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ തന്നെ അവനിൽ നിന്ന് മാറ്റുക. അവനിൽ നിന്ന് പുറത്തെടുക്കുന്ന ടൈമിൽ ബിസ്ക്കറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. പക്ഷെ പേടിക്കേണ്ട, കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഈ ബിസ്ക്കറ്റ് കറക്റ്റ് ടെക്സ്ചറിലേക്ക് വരും. അവനിൽ നിന്നും പുറത്തെടുത്ത ബിസ്ക്കറ്റ് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതുപോലുള്ളൊരു വയർ റാക്കിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതൊരു 2-3 ദിവസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസ്ക്കറ്റ് റെഡി ആയോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് പൊക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബിസ്ക്കറ്റാണിത്. ഒട്ടും അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ സൗകര്യം പോലെ അവനിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് വരും. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്ത് ഈ ഒരു ബിസ്ക്കറ്റും അതുപോലെ അവനിൽ ബേക്ക് ചെയ്തെടുത്ത് ഈ ബിസ്ക്കറ്റും കണ്ടില്ലേ, ടെക്സ്ചറിലൊന്നും യാതൊരു ഡിഫറൻസും ഇല്ല. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് 21-22 ബിസ്ക്കറ്റൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ബിസ്ക്കറ്റാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.